ഞാൻ പോകുമ്പം അങ്ങേ അടുക്കള കൂടെ കുറ്റിയിട്ട് സാറേ അകത്തൂടാ. കുഞ്ഞിനെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ കുറ്റി എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങാം. ഇത് വന്ന് തള്ളി തുറക്കാം. അത് താക്കോല് ഞങ്ങൾ എവിടെ പോയാലും പൂണ്ടി ഞങ്ങൾ ഇവിടെ തെങ്ങിനകത്തങ്ങ് വെക്കും. പിന്നെ വെക്കും. അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്ന് വന്ന് നിശിമോളെ വിളിച്ചിട്ട് അനക്കമില്ല. ഞാൻ ചോദിച്ചു കൊച്ചിൻ്റെ നിശ്ചയ രണ്ടു വിളിച്ചിട്ട് വിളിച്ചില്ല. ഞാൻ ചാടി വന്ന് താക്കോലെടുത്ത് തുറന്ന് നിശയെന്ന് വിളിക്കുകയും അറിയാല്ല അവിടെ കിടക്കുന്നില്ല, പാവയെ തൂക്കിയിട്ടേക്കുന്നു. ഞാൻ ഓടി വന്ന് ഇങ്ങനെ കാലിൽ അങ്ങ് പൊക്കി സാറേ. പൊക്കിയിട്ട് ഞാൻ കിടന്ന് വിളിച്ചു പോയി. എന്നിട്ട് ഞാൻ മേളത്തെ രണ്ട് പയ്യന്മാരാ കുഞ്ഞുങ്ങൾ ഓടി വന്ന് പിച്ചാത്തി ഞാൻ പറഞ്ഞു പിച്ചാത്തി എടുത്തോണ്ട് വന്ന് കണ്ടിട്ടാണ്. രാവിലെ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ട് പിന്നെ ലോൺ അടയ്ക്കാൻ പോകുമെന്ന് പറഞ്ഞ് പോയി. രാവിലെ പോയി എൻ്റെ കൂടെ വില്ലേജിൽ വന്ന് ഞാൻ കര കൊടുക്കുന്നതെല്ലാം കൊടുത്ത് പിന്നെ അവിടെ എങ്ങാണ്ട് ഇവർക്ക് ലോണുണ്ട് SBIയിൽ, അത് പോയി അടച്ച് ഇന്നലെ അവിടെ പോയിട്ടുണ്ട്. അടച്ചു ഞാൻ കൊഴുത്തീറ്റ മേടിച്ചിങ്ങി പോകുന്നപ്പോൾ അലിമുക്കിന് നിൽക്കുമായിരുന്നു. എൻ്റെ കൂട്ടുകാർ വരും, അമ്മ പൊക്കുമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ട് കൂട്ടുകാരിയെ നോക്കി ഇന്ന് ഞാൻ കൂടെ വിളിച്ച് എന്തിയ മക്കളെ എന്ന് ചോദിച്ചു. പറഞ്ഞു അമ്മ ഞാൻ ഇവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പത്തനകത്ത് എനിക്ക് കൊഴുത്തീറ്റ മേടിച്ച് ഞാനിവിടെ വന്നിട്ട് ഇവള് വരുന്നില്ല. മക്കളെ എന്തിയടി? ഞാൻ SBI അതിനെ പൈസ അടയ്ക്കുക, എളുപ്പം വരണേ മനെ, എളുപ്പം വരണേന്ന് പറഞ്ഞു. വിളിച്ചും പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് 4:30 ആയിട്ടും വന്നില്ല സാറേ. എനിക്കങ്ങ് വെപ്രാളം കയറി. പൈസയുടെ പ്രശ്നമില്ലേ? ഞാൻ ചോദിച്ചു നിശ്ചയ എന്തി പിന്നെ ഫോൺ വിളിക്കുക, ഇവിടെ ഫോൺ എടുക്കുന്നേ ഇല്ല. ഞാൻ സാറേ ചീനി അരിഞ്ഞോണ്ടിരുന്ന ചീനിയും കളഞ്ഞു വെച്ച് എനിക്കങ്ങ് വെപ്രാളം കയറി. പെങ്കൊച്ച് പൈസ അങ്ങോട്ട് പോയതാണല്ലോ, പൈസ എൻ്റെ കയ്യിലൊന്ന്. ഞാനൊരു ഇവിടുന്ന് വാരി വലിച്ചൊരു സാരി കുടിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോയിൽ 10,000 ഇറങ്ങി. എൻ്റെ ഒരു കൂട്ടുകാരി കൊച്ചിനോട് പറഞ്ഞു മോളെ ബാങ്കിൽ ചെന്ന് അവളവിടെ ഉണ്ടോന്നൊക്കെ ബാങ്കൊക്കെ അടയ്ക്കാനായി. ഇവിടെ വീട്ടിൽ വന്നില്ല, ഫോൺ എടുക്കുന്നുമില്ല മക്കളെ. അവൾ കയറി നോക്കിയിട്ട് പറഞ്ഞ് ഇല്ല അവിടെയൊക്കെ അന്നേരം എനിക്ക് ഫോൺ വരുന്ന പിന്നെ അമ്മച്ചി ഞാൻ വരുന്നു വണ്ടിയൊക്കെ കയറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു മക്കൾ വരണ്ട അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരും, നിന്നെ തിരക്കി കാണാഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരുമെന്നും പറഞ്ഞ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ചെന്നപ്പോൾ ഇവിടെ ഒരു അമ്മച്ചി ഞാൻ അവിടെ അല്ല പുല്ലൂരാന്ന്. ഞാൻ പറഞ്ഞു നീ വണ്ടി ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ശരിയും പോയല്ലോ പത്തനാട്ടിൽ ഞാൻ പോയി എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അവരും എന്നെ കൊണ്ടുവിടും, നീ എളുപ്പം വീട്ടിൽ വരണേന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് ഞാൻ ആ കൊച്ചുങ്ങളുടെ കൂടെ ഇവിടെ എന്നെ ഇവിടെ കൊണ്ടുവിട്ട് ഒരു ഓട്ടോ വിളിച്ച് എന്നെ ഇവിടെ വിട്ട് ഞാനിവിടെ വന്നപ്പോൾ കസേര ഇരുന്ന് ഏതാണ്ട് തിന്നുന്നു. അപ്പം ഞാൻ അവിടെ ചോദിച്ചു നിശിമോളെ നീ എന്തിനാ 10,000 ലോൺ അടയ്ക്കാൻ പോയി പുല്ലു പോയത്? എന്താ കുഞ്ഞെ നീ എന്നോട് സത്യം പറയാത്ത, നീ എന്താ ഈ കള്ളം പറയുന്നത്? ഈ വയസ്സാങ്കാലത്ത് എന്നിട്ട് പ്രാകേറ്റല്ലേ കുഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ കയറി പോയി. അവളിവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ഏതാണ്ട് തിന്നോണ്ടിരിക്കുക. അതിപ്പോൾ ഞാൻ ചെന്ന് പിന്നെ ഇറച്ചി അപ്പൂപ്പന്താന്ത വാങ്ങിച്ചുകൊണ്ടിരുന്ന അതും വേവിച്ച് ചീനി വേവിച്ച് അടുപ്പ് ഇരിപ്പുണ്ട്, ചീനിയും വേവിച്ച് എല്ലാം വെച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഏതാണ്ട് ചീനി വേവിച്ച് വെച്ചെന്ന് എടുത്ത് ഇന്നടിയെന്ന് പറഞ്ഞു. അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല സാറേ. അതിനെ ഞാൻ ഒന്നും പറയത്തൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവനാണെങ്കിൽ ചാകാൻ കളന്നവനാ. ഈ കൊച്ചിനെ ഓർത്താവൻ ചാകാന്നിരിക്കുന്നു. അവള് കളഞ്ഞേച്ച് പോയതല്ലേ കുഞ്ഞിനെ കളഞ്ഞേച്ച് ഇവിടെ ആരും ഒരു വഴക്കുണ്ടായിട്ടില്ല. അവള്